ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ട് ഉണ്ണിയപ്പമാണ്. ഭയങ്കര സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതിന് വേണ്ടത് 400 ഗ്രാം പച്ചരിയാണ് ഞാൻ എടുത്തത്. ഇത് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഊറ്റിയെടുത്തതാട്ടോ. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വീട്ടിൽ വരികയാണെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പമാണ്. തലേന്നേ മാവരച്ചെടുത്ത് വെക്കൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ 2 മണിക്കൂർ പച്ചരി കുതിർത്ത് ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് ചക്കച്ചോള. ഞാനിവിടെ 8 ചക്കച്ചോളയാണ് എടുത്തത്. പഴഞ്ചക്ക ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അടുത്തത് നെയ്യിൽ വറുത്ത് കോരിയെടുത്ത തേങ്ങാ കൊത്താണ് കേട്ടോ. ഇനി പച്ചരിയിലേക്ക് 1 ടേബിൾ സ്പൂണ് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപയോഗിച്ചത് വരിക്കച്ചക്കയാണ്. അത് 8 ചുളയാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് 5 or 6 വേണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അതും കൂടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. ശർക്കര പാനി കുറച്ച് കട്ടിയായതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. ആഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നന്നായിട്ട് അരച്ചെടുക്കുക മിക്സിയിൽ. തരിയൊന്നും ഉണ്ടാവരുത്, നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്താ ഉണ്ടാക്കുന്ന കൺവി? തൻവിക്ക് ഉണ്ണിയപ്പം ഇഷ്ട? ഇളക്കി കൊടുക്കാണോ തൻവി? ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, മധുരത്തിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചെറുപയർ പായസം ഉണ്ടാക്കിയപ്പോഴും ഇതുപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുപയർ പായസം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ കൂടി ഒന്ന് കാണണേ. നല്ല എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചെറുപയർ പായസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ആ വീഡിയോയിലുള്ളത്. ഉപ്പ് നന്നായിട്ട് മിക്സ് ആവണം, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അപ്പക്കാര എടുത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പൊങ്ങി വരുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് മാവ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണേ. ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. ചക്ക ആഡ് ചെയ്തുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നത്. ഇനി ചക്ക ഇല്ലെങ്കിൽ ചെറിയ പഴമോ നേന്ത്രപ്പഴമോ ഉപയോഗിച്ച് ഉണ്ടാക്കാം. നേന്ത്രപ്പഴം ഉപയോഗിക്കുന്ന സമയത്ത് നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്